ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ള പുറപ്പാടിലാണ്. ഞങ്ങളൊരു ആടിനെ വാങ്ങാൻ വേണ്ടിയിട്ട് വീടിനടുത്തുള്ളൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുകയാണ്. ഞാനും മൻസൂറും കൂടി ഞങ്ങൾ സ്വന്തമായിട്ട് കാശ് മുടക്കി ഞങ്ങളുടെ ആടിനെ ചുടുന്ന ഒരു വ്ലോഗ് എടുക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് വീടിനടുത്തുള്ള കരുനാഗപ്പള്ളി എന്നുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ആട്. ഏകദേശം ഒരു 7 കിലോയ്ക്ക് അടുത്ത് ഉണ്ടെന്നാണ് പറയുന്നത്, അറിയില്ല. എന്നാൽ നമ്മൾ തൂക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പൈസ കൊടുത്തു. നമ്മൾ 9,000 രൂപ അവർ ചോദിച്ചാൽ 9,000 രൂപ നമ്മൾ കൊടുത്തു. അങ്ങനെ അതിനെ വണ്ടിയിലേക്ക് കയറ്റാൻ പോവുകയാണ്. ഇനി ഇത് നമ്മൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. വീട്ടിൽ ചെന്നിട്ടാണ് ഇനി അടുത്ത പരിപാടികളൊക്കെ. അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആടിനെ അറക്കാൻ പോവുകയാണ്, തൊലിയൊക്കെ ഉരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ തൊലി ഉരിച്ച് എല്ലാം സെറ്റാക്കി അടുത്ത പരിപാടിയിലേക്ക് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി. ഇതിന് നമുക്ക് ഒന്നും കൂടി കഴുകണം. ഇത് കഴുകിയിട്ട് വേണം നമുക്കിനി മസാലക്കൂട്ടുണ്ടാക്കാൻ. അത് നമ്മുടെ പ്രിപ്പറേഷൻ ചെയ്ത് നമ്മുടെ അളിയനാണ്, കുംസി അളിയൻ എന്ന് വിളിക്കുന്നത്, ഞങ്ങളുടെ മുബാറക് അളിയൻ. ഒന്നുകൂടെ കഴുകും, ഒന്ന് വരഞ്ഞേച്ചൊക്കെ ഒന്നുകൂടെ കഴുകി കഴുകിക്കൊണ്ട് വന്നതാ ഒരു ട്രിപ്പ്. എങ്കിലും ഒന്നുകൂടെ വൃത്തിയായിട്ട് കഴുകുക. ഞങ്ങൾ ചെറിയ വെക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടിൽ വരെ വന്നതാണ്. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട അളിയൻ മറക്കണയാണ്. അളിയാ ഒരു ഹായ് കൊടുക്കില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട അളിയനാണ്. പിന്നെ അപ്പോൾ നമ്മളെല്ലാം കൂടെ വിചാരിച്ചൊരു ആശിക്കുണ്ട്, പിന്നെ അപ്പോനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന ഒരു ചെറിയൊരു മട്ടനെ മേടിച്ചിട്ട് പൊരിക്കാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അലിഫും ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അതെ അതെ, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ആടിനെ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ വെട്ടി വൃത്തിയാക്കി കഴുകി എല്ലാം എടുത്തിരിക്കുകയാണ്. ഇത് പിച്ചെടുത്തിട്ട് വരയാണ് കേട്ടോ. അതാണ് സുഫാൻ. ചേർത്തി വരക്കണം. ജപ്പാന്റെ പിച്ചത്തായിട്ട് മൻസൂർ വന്നു. അടുപ്പിച്ചടുപ്പിച്ച് വരയിടാം. മതിയാ, ആഴത്തിൽ പോട്ടെ. മതിയാ, ഇങ്ങനെ ഞങ്ങള് വരഞ്ഞേക്കൊന്ന് കഴുകുകയാണ്. നല്ലപോലെ ചോരമയം പോയി. കുഞ്ഞുങ്ങളെ കത്തുന്ന പോലെ കഴുകി കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കുന്ന പോലാണ് നമ്മളിത് ചെയ്യുന്നത്. എത്ര വിജയകരമാകുമെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ചിലപ്പോൾ രക്ഷപ്പെടാം. ഇതിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മൻസൂർ അളിയൻ്റെയാണ്. പൊടി മംഗളകാര്യം തുടങ്ങുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. മഞ്ഞൾ സ്വയം പൊടിച്ചതുകൊണ്ട് നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ മസാലയാണ്. ഇത് ഞങ്ങൾ ചെയ്ത മസാലയാണ്. ഈ മസാല കൂട്ടെന്ന് പറഞ്ഞാൽ അറബിക് മസാല എല്ലാം കൂടെ ചെയ്ത ഒരു ചെറിയ മസാല ഇതിനകത്ത് ചേർക്കുകയാണ്. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് തന്നെ. പക്ഷേ ഞങ്ങളൊരു അറബിക് മസാല ഇതിനകത്ത് പരീക്ഷിച്ച് നോക്കുകയാണ്. എങ്ങനെയുണ്ടെന്നറിയാം. മോശമാണെങ്കിൽ നിങ്ങളോട് പറയാം. നിങ്ങൾ ആരും അത് ചെയ്യരുത്, അനുകരിക്കരുത്. കുരുമുളക് പൊടി ഇച്ചിരി കാര്യമായിട്ടിടുകയാണ്. കൂടുതലായാലും എരിവ് നിൽക്കും. പക്ഷേ കുരുമുളക് പൊടി ഇടുന്നത് അറബിക് മസാല ചേർത്തുകൊണ്ട് കുരുമുളക് പൊടിക്കാണ് നമ്മൾ. ഇത് മീറ്റ് മസാലയാണ് ഉപയോഗിക്കണം. മീറ്റ് മസാല ഐറ്റംസ്, മീറ്റ് മസാല. ഇത് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി പൗഡർ. അത് സത്യത്തിൽ ഈ മസാലയ്ക്ക് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കേണ്ട അതല്ല. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കാശ്മീരി പൗഡർ ഉപയോഗിക്കുക. വെളുത്തുള്ളി പേസ്റ്റ്, ഇപ്പം ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചത് ചേർക്കുക കേട്ടോ. സ്വല്പേ ചേർക്കുന്നുള്ളൂ.
ജസ്റ്റ് ഇടാൻ വേണ്ടി. ഓക്കെ, ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഇത് ഇലയെല്ലാം കൂടെ അരച്ചത്, പുതിന ഇല മല്ലിയില എല്ലാം കൂടെ അരച്ചത് നമ്മൾ ചുമ്മാ ജസ്റ്റ് ചേർക്കുക. ചുടുന്നതിന് അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് പുരട്ടുകയാണ്. ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നമ്മൾ നോക്കിയിട്ട് ഇച്ചിരി കൂടെ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാം ഒന്ന് കുഴച്ച് നല്ലതായിട്ട് കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിലൂടെ ചേർത്ത് നമ്മൾ കുഴയ്ക്കുകയാണ് കേട്ടോ. ഒലിവ് ഓയിലാണ് ബെറ്റർ. നമ്മളിപ്പം ഒലിവ് ഓയിൽ രണ്ടാമത് നമ്മൾ ഇത് ചെയ്യുന്നതിന് ഒലിവ് ഓയിൽ ചേർക്കാതെ വിചാരിക്കാം. മസാലയ്ക്ക് നമ്മൾ ഒലിവ് ഓയിൽ എടുക്കുന്നില്ല. നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ഇതിനകത്തറിയോ ഈ നമ്മൾ വരഞ്ഞ് വെച്ചേക്കുന്ന ഭാഗങ്ങളിലെല്ലാം നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. മസാല എല്ലാം നമ്മൾ തേച്ച് വൃത്തിയാക്കി പിടിപ്പിച്ചതിന് ശേഷം 1.5 മണിക്കൂർ നമ്മൾ റെസ്റ്റിന് വെക്കുക. ഇതെല്ലാം ഒന്ന് പിടിച്ച് ഇതിൻ്റെ ഉണ്ടോ ഈ മസാല എല്ലാം പുരട്ടിയതിന് ശേഷം നമ്മൾ നാരങ്ങ നീരെടുത്ത് ഇതുപോലെ പുരട്ടുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ മസാലയ്ക്കകത്ത് നാരങ്ങ നീര് പുരട്ടുന്നതിനോട് നല്ലതാണ്, പക്ഷേ കുറച്ചുകൂടെ വൃത്തിയാകുന്നതും ഈ മസാല പുരട്ടി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നാരങ്ങ നീരെടുത്ത് ഒന്നുകൂടെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നതാണ് ബെറ്റർ എന്നാണ് നമ്മുടെ അടുത്തൊരു കുക്ക് ഒരു ഉപദേശം തന്നത്. നമ്മുടെ ഒരു പഴയ ഒരു സൗദി ഒരു കുക്കുണ്ട്, പുള്ളിയുടെ ഉപദേശം അനുസരിച്ചാണ് അങ്ങനെ എടുക്കും എന്നാണ് പറയുന്നത്. അവരങ്ങനാണ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കാനാ പറയുന്നത്. അവർ ബ്രഷിലൊക്കെയാണ് തേച്ച് പിടിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ബ്രഷൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇത് പുള്ളി പറഞ്ഞ ഒരു റെസിപ്പി നമ്മളത് പരീക്ഷിച്ച് നോക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്തുവാണെന്ന് ഇത് ചെയ്ത് നോക്കിയതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റും. ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതെന്താണ് ആ പുള്ളി പറഞ്ഞത്, ഇനി എന്തോ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ, ഇനി ഇത് വെച്ചതിന് ശേഷം പറഞ്ഞതാണോ എന്നൊരു പിടുത്തമില്ല. എങ്കിലും നമ്മൾ നമ്മൾ മാക്സിമം ലാസ്റ്റ് വരെ നമ്മൾ നോക്കും. അമ്മാടെ സിലക്ക് ഇവിടെ കിടക്കേറ്റ് അവിടെ അളിയനിഞ്ഞ് വന്നേ ഇതൊന്ന് പിടിച്ചേ ചേർത്താ കുറച്ച് ബായിക്കെടുക്ക് കടിച്ചവറൊക്കെ ഉണ്ട്. ഓ അയ്യോ കമ്പി രണ്ടായിട്ട് അളിയാ കെട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഇന്നൊരു വെളച്ചിന് അങ്ങനെ നല്ല വെക്കാൻ പോരാ. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്
ഇടയ്ക്കിടപ്പ് എണ്ണ തൂത്ത് കൊടുക്കണം. നമ്മളിപ്പോ ഒലിവ് ഓയിലാണ് രണ്ടാമത് തൂത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഒലിവ് ഓയിലാണ് തൂത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിലാണ് ബെറ്റർ. ടേസ്റ്റ് പിടിക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് നമ്മുടെ സാധാ ഓയിൽ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. ഇത് വന്നപ്പോഴാണ് ആടിന്റെ ഇത്രയൊക്കെ വേവൊക്കെ ആയി അറിഞ്ഞപ്പോഴാണ് പറയുന്നത്, രണ്ടുപേര് ഇവിടെ വന്നിരിപ്പുണ്ട്. അവര് ഇത് കഴിക്കത്തില്ല, എന്തുവാ മട്ടൻ കഴിക്കത്തില്ല. അപ്പൊ നമ്മള് ഒരു ചിക്കനും എടുത്ത് അതിനകത്തിട്ട് അവർ ചുടുക. അപ്പൊ ഇതിന്റെ കൂടെ ഈ മസാലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പരത്തി നമ്മളത് ചെയ്യുമോ? കാര്യം അവർക്കൊരു ഇതായിക്കോട്ടെ. അവര് നമ്മൾ ഭക്ഷണം വെക്കുമ്പോൾ കഴിക്കാതിരിക്കുന്നത് നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതൊക്കെ ആകുമ്പോൾ ഈ പൊക്കത്തിൽ നിങ്ങൾ ചെയ്യിക്കുക, അതായത് 1 മീറ്റർ താഴെ 1 മീറ്ററിന് അടുത്തുള്ള പൊക്കത്തിൽ ഇത് ചെയ്യിച്ചാൽ, ഈ രീതിയിൽ ചെയ്യിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിക്കനോ മറ്റ് നമ്മൾ എന്നും ഈ ആടിനെ ചുടാൻ പോകുന്നില്ല, 3 or 4 കോഴിയെ ഒരുമിച്ച് നിർത്തി ചുടാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ചെയ്യാവുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, മഴയായിപ്പോയി, അതാണ് പ്രധാന കാരണം. എൻ്റെ നമുക്കത് അതുകൊണ്ട് എടുക്കാമായിരുന്നു. ഈ സാധനം നമ്മൾ മട്ടൺ ചുട്ടതാണ്. ഏതാണ്ട് 2.5 മണിക്കൂറോളം ഇതിനകത്തിരുന്നത് ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്ന് പറഞ്ഞാൽ കണ്ട് ഇതുപോലെ നമ്മൾ കണ്ടിച്ച് ശകലം ഇതുപോലെ കുത്തിയെടുത്ത് കണ്ടോ. ജസ്റ്റ് നമ്മളൊന്ന് നോക്കാൻ വേണ്ടി എടുത്തതാണ്. ജ്യൂസി ചണ്ട ഈ ലെവലിലാക്കിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഞങ്ങൾ ചുട്ട് ചിക്കൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമല്ല, നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കാം. ഹാഫ് ലയൺ ഹാഫ് മാൻ, എനിക്കൊത്ത എതിരാളി. എന്തുകൊണ്ടത് സത്യം പറയാമല്ലോ, ഞാൻ വേണ്ട അധികം മുമ്പ് ഇതുപോലെ വെച്ച, പക്ഷെ അന്ന് നമുക്ക് ചാനലും കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മുമ്പ് ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്, ഇതൊന്നും ഇല്ലാതെ വന്നിട്ട് അതിന്. പക്ഷേ അവിടുന്ന് മസാല ഒരു ഇച്ചിരി കൊണ്ടുവന്നിട്ട് അധികം ഞാൻ പറയാനാണെങ്കിൽ നമ്മുടെ ഫിഷ്, നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തില്ലേ, അതിൻ്റെ 3 ഇരട്ടി സൂപ്പർ സാധനം. പൊടി എന്ന് പറയുന്നത് വേറെ ലെവൽ സാധനം അറിയാം. ഇതിനകത്ത് മൊത്തം കഴിച്ചു നോക്കണം അറിയാം മാത്രം കേട്ടോ. പൊടി സാധനം ഇത് എടുത്താൽ നമുക്ക് സർവ് ചെയ്താലോ. അത് പോയി എങ്ങോട്ടാ സല്ലു? എങ്ങനെയുണ്ട് മൂസി? എങ്ങനെയുണ്ട്? പൊളിയാ.